ലോകത്തിനകത്ത് ഏറ്റവും ഫ്രണ്ടിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്നിരുന്ന ഞങ്ങളുടെ ലീഡർഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രിയ സഹോദരി വളരെ ഡെസ്പായിട്ട് ഇങ്ങനെ ആരാധന നടക്കുമ്പോൾ എല്ലാവരും ചാടിക്കൊണ്ടി ആരാധിക്കുമ്പോൾ കൈയും കെട്ടി നിൽക്കുന്നതാണ്. കൈയും കെട്ടി നിൽക്കുക. ഞാൻ ഇന്ന് വരെ അവർ കൈയും കെട്ടി നിൽക്കുന്ന കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് അച്ചാനെ നോക്കി. പുള്ളിയാണെങ്കിൽ പന്ത് കുതിക്കുന്നവരപ്പുറത്ത് നിന്ന് കുതിക്കുകയും ഭയങ്കര ആരാധന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജെറുസലേം എഡിൻബറോടെ പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഭയങ്കര ആരാധന. അപ്പൊ അന്നത്തെ സമയത്ത് യോഗം കഴിയുമ്പോൾ ഞങ്ങൾ ലീഡേഴ്സ് എല്ലാം കൂടെ ഒന്നിച്ച് എത്ര വൈകിയാലും എല്ലാവരും നിൽക്കും. ആളുകൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ ഒന്ന് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാ പോകുന്നത്. അപ്പോ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ രണ്ടുപേരെയും മാറ്റിക്കൊണ്ട് നിർത്തിട്ട് ചോദിച്ചു, അമ്മാമ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് ഒത്തിരി സങ്കടപ്പെട്ട് നിൽക്കുന്ന കണ്ടു. ഉടനെ പുള്ളിക്കാരി അച്ഛനെയാ നോക്കുന്നത്. ഞാൻ പറഞ്ഞു, എന്നാ പറ്റി, എന്നാ പ്രശ്നം? അച്ഛൻ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, അച്ഛൻ ഭയങ്കര ചാടിത്തുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് ചാടിത്തുള്ളി ആരാധിക്കായിരുന്നല്ലോ. ഉടനെ അമ്മാമ വാ തുറന്നു. ദൈവം അബൂക്കൂക്ക് 2 വാ തുറന്നു പോന്നു. വാ തുറന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നു പാസ്റ്ററേ, 8:30 മണി മുതൽ 9:30 മണി വരെ എന്നോട് ഭയങ്കര ഒരു ചാട്ടം കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നു. 8:30 മണി മുതൽ 9:30 മണി വരെ വീട്ടിൽ ഭാര്യയോടും മക്കളോടും ഭയങ്കര ചാട്ടം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടുള്ള വരാൻ. ചേർന്നൊരു സ്തോത്രം ചെയ്യാവോ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്തായിരുന്നു പ്രശ്നം? അപ്പൊ അവര് കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അവരനുഭവിച്ചതൊക്കെ പറഞ്ഞു, ആ കൊച്ചുങ്ങളും പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പാസ്റ്റർ പറഞ്ഞോട്, പാസ്റ്റർ ഇപ്പൊ പ്രാർത്ഥനയൊന്നുമില്ല, പഴയ പോലെ പ്രാർത്ഥനാ ജീവിതമൊന്നുമില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്ത് നല്ല മനുഷ്യൻ. ഇപ്പൊ 2-3 ആഴ്ചയായിട്ട് പുള്ളിക്ക് പ്രാർത്ഥനയില്ലാത്തതുകൊണ്ടും വചനജ്ഞാനം ഇല്ലാത്തതുകൊണ്ടും ഈ ചർച്ചയിൽ വന്ന് ഈ പുറമേ കാണിക്കുന്ന ഈ പരിപാടിയുള്ളൂ. ദൈവത്തോട് ആഴമേറിയ ബന്ധമില്ലാത്തവൻ അവന്റെ സ്വഭാവത്തിൽ അത് വെളിപ്പെടുത്തും. ഈ പരദൂഷണം അവനോട് നടക്കുന്നവരില്ലേ, യാതൊരു പ്രാർത്ഥനയോ എന്തോന്നും ദൈവത്തോടൊന്നുമില്ല. പാപം ചെയ്യുന്നവർ. ഞാൻ യൗവനക്കാരോട് ചോദിക്കാറുണ്ട്, എടമോനെ 2 മണിക്കൂർ ദൈവസന്നിധിയിൽ അതിശക്തമായി പ്രാർത്ഥിച്ച് ദൈവവചനം ധ്യാനിച്ചിട്ട് ശക്തമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നിനക്ക് തൻ്റെ ഉണ്ടോടാ പാപം ചെയ്യാൻ? നിന്നെ കൊണ്ട് പറ്റുകയില്ല. ദൈവവുമായിട്ട് ബന്ധമുള്ള, പ്രാർത്ഥിക്കുന്ന, വചനം ധ്യാനിക്കുന്ന, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, ദൈവമുഖം അന്വേഷിക്കുന്ന ഒരുത്തനോടുള്ള ബന്ധത്തിൽ അവന് സൈഡ് ബിസിനസ്സിന് പോകാൻ പറ്റുകയില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരിക. 3 ദിവസം കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നത് അവർ കണ്ടു. അപ്പോ ജനിക്കുമെന്ന് പറഞ്ഞെടുത്ത് ജനിച്ചു, വളരുമെന്ന് പറഞ്ഞെടുത്ത് വളർന്നു. ഇനി അവിടെ ഈ 12 വയസ്സേ യേശുവിനുള്ളെങ്കിൽ പോലും അവിടെ കർത്താവ് വാഗുണ്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ആലയത്തിനകത്ത് ഇരിക്കേണ്ടവൻ അല്ലയോ? അവൻ ജനനം പ്രവചിച്ചതുപോലെ, ജീവിതം പ്രവചിച്ചതുപോലെ, പ്രവൃത്തി പ്രവചിച്ചതുപോലെ, മരണം പ്രവചിച്ചതുപോലെ, അടക്കം പ്രവചിച്ചതുപോലെ, ഉയർപ്പ് പ്രവചിച്ചതുപോലെ. അപ്പോൾ യേശു കർത്താവിന്റെ ജനന, ജീവിത, മരണ, പുനരുത്ഥാനത്തെ കുറിച്ച് എന്തൊക്കെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നോ അത് മുഴുവൻ 33.5 വർഷം കൊണ്ട് നിറവേറിയ കാരണം കൊണ്ടാണ് ക്രൂശിൽ കിടന്ന് ഉലകത്തിലെ ഒരുത്തനും പറയാൻ കഴിയാത്ത വാക്ക് നസ്രായൻ പറഞ്ഞത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്.